ഹായ് ഫ്രണ്ട്സ്, മഴത്തോരു മുമ്പ് സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ അലീന മനുവിനെ വിളിക്കുകയാണ്. അപ്പോൾ മനു അന്നേരം തന്നെ അങ്ങ് ഫോൺ എടുക്കുമ്പോൾ ചോദിക്കും, എന്ത് മനു ഏട്ടാ, കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു, അതുപോലെ പെട്ടെന്ന് ഫോൺ എടുത്തല്ലോ. അപ്പോൾ മനു പറയും, ഞാൻ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. എൻ്റെ ഓഫീസിലെ ഒരു സുന്ദരിയായ യുവതി വിളിക്കാമെന്ന് പറഞ്ഞായിരുന്നു, അപ്പം അതിനു വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, എന്തിനാ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്, അങ്ങോട്ടങ്ങ് വിളിച്ചാൽ പോരായിരുന്നോ? അന്നേരം പറഞ്ഞു, അല്ല, കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴൊരു സുഖമുണ്ടെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ പറയും. അന്നേരം പറയും, ഇവിടെ എന്താ വിശേഷം, ഇവിടെ പ്രത്യേകിച്ച് ഒരു വിശേഷവും ഇല്ല. പിന്നെന്താ മനുവേട്ട എന്നെ വിളിക്കാൻ? അന്നേരം പറയും, നിന്നെ എന്തിനു വിളിക്കുന്നത്, നീ ഇപ്പം ഇവിടത്തേനേക്കാൾ സേഫ് ആണെന്ന് എനിക്കറിയാം, പിന്നെ നീ ഫ്രീ ആകുമ്പോൾ നീ വിളിക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാഞ്ഞത് എന്ന് പറയും. ഇവിടത്തേനേക്കാൾ ഇഷ്ടം അവിടെ നിൽക്കുന്നതായിരുന്നു. അച്ഛനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അച്ഛൻ എൻ്റെ റോൾ മോഡൽ. അപ്പോൾ മനു പറയും, അങ്കിളിന് ഇത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാകും. അന്നേരം അലീന പറയും, അച്ഛൻ ഇതറിയാം. അപ്പോൾ മനു പറയും, നിനക്കറിയാത്തൊരു കാര്യമുണ്ട്, നിൻ്റെ ലോക്കൽ ഗാർഡിയൻ ആരാണെന്നുള്ളത്. എനിക്കറിയില്ലല്ലോ, അത് ആരാ മനുവേട്ടാ? അന്നേരം പറയും, ഞാനാ നിൻ്റെ ലോക്കൽ ഗാർഡിയൻ, മുത്തശ്ശൻ എന്നെ ഏൽപ്പിച്ചതല്ല, ഞാനാ നിന്നെ കൂട്ടിക്കൊണ്ട് വന്നത് എന്നൊക്കെ പറയും. അങ്കിള് കസ്റ്റോഡിയൻ മാത്രമേ ഉള്ളൂ എന്ന് പറയും. ഇപ്പം നിനക്കാണെങ്കിൽ നിൻ്റെ പിതാശ്രീ ഉണ്ട്, നീ സേഫാ, നീ ഇപ്പം നിൽക്കുന്നത് അച്ഛൻ്റെ സ്നേഹം കിട്ടിയാണ് നീ നിൽക്കുന്നത്. അത് റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ മകളെന്ന് പറയുമ്പം നിനക്കിപ്പോൾ ഒരു അഭിമാനമൊക്കെ തോന്നുന്നില്ലേ? ഉണ്ട് മനുവേട്ടാ, അതിൻ്റെ സുഖം ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്ന് പറയും. എന്നാൽ ശരി, ഫോൺ വെക്കുക എന്ന് പറഞ്ഞ് ഒരു ഫോൺ വെക്കും. എന്നിട്ട് അലീനയാന്നേ അവിടെ കിടക്കും. സ്റ്റാൻലി വന്നിട്ട് ചോദിക്കും, ഇന്നെന്ത് നേരത്തെ കിടന്നു? അന്നേരം പറയും, ഫുഡ് കഴിക്കാൻ സമയമാകുന്നതല്ലേ ഉള്ളൂ, പിന്നെന്താ നേരത്തെ കിടക്കുന്നത്? അന്നേരം പറയും, എനിക്കിന്ന് എന്തോ ഒരു ക്ഷീണം, അതുകൊണ്ട് ഞാൻ കിടന്നാന്ന് പറയും. എന്താ ക്ഷീണം ഉണ്ടായതെന്ന് അറിയാമല്ലോ? അന്നേരം പറയും, അലീന പറയും, അറിയാം, ഫാസ്റ്റിംഗ് ആയതുകൊണ്ടാണ് ക്ഷീണം ഉണ്ടായത്. സ്റ്റാൻലി പറയും, ബാ എൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ, ഞാൻ റിട്ടയർഡ് കേണലാ, ഞാൻ ആരുടെ മുമ്പിൽ തോറ്റു കൊടുക്കാറില്ല എന്ന് സ്റ്റാൻലി പറയും. അപ്പോൾ അലീന പറയും, ഞാൻ ഇന്നൊരു ദിവസത്തേക്ക് തോറ്റു തരാം, എന്നും തോക്കാൻ പറയരുതേ, ഞാൻ ഒരുപാട് തോറ്റിട്ട് വന്നതാണ് എന്ന് അലീന പറയും. അപ്പോൾ സ്റ്റാൻലി അലീന കൈ പിടിച്ചുകൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇപ്പോൾ കസേര നീക്കിയിട്ടിട്ട് പറയും, അവിടെ ഇരിക്കാൻ പറയും അലീനയോട്. എന്നിട്ട് സ്റ്റാൻലി ആണെങ്കിൽ ലെമൺ ജ്യൂസ് എടുത്ത് കൊടുക്കും. എന്നിട്ട് പറയും, ഫാസ്റ്റിംഗ് മുറിക്കേണ്ടത് ലെമൺ ജ്യൂസ് കഴിച്ചാൽ എന്ന് പറയും. എന്നിട്ട് പൗലോസിനോട് പറയും, പൗലോസ്, അലീന എൻ്റെ മകളാണെന്ന് നിനക്കറിയാമല്ലോ. അപ്പോൾ പൗലോസ് പറയും, അറിയാം, എന്നാൽ നീ ഇന്ന് മുതൽ അലീന എന്ത് പറയുന്നു അത് നീ അനുസരിച്ച് വേണം, അലീന പറയുന്നത് കേട്ട് വേണം നീ ഇവിടെ എന്തും ചെയ്യാൻ. അലീന ഇവിടെ ഒരു ദിവസം ഫുഡ് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാക്കണം, അലീന ഇവിടെ സദ്യ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവിടെ സദ്യ ഉണ്ടാക്കണം. അങ്ങനെ അലീന പറയുന്നത് മാത്രം ഇവിടെ ചെയ്താൽ മതി, കേട്ടല്ലോ? നിനക്ക് ഇത്ര അലീന പറയുന്നത് കേട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി, അല്ലെങ്കിൽ നിനക്ക് പോകാം. അപ്പോൾ ചോദിക്കും, നീ എന്താ ഒന്നും മിണ്ടാത്തെ? അലീന പറയുന്നത് കേട്ട് നിനക്ക് നിൽക്കാൻ പറ്റുമോ പൗലോസേ? നീ നിൻ്റെ അഭിപ്രായം പറയണം, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പൗലോസ് സ്റ്റാൻലിയോട് പറയും. നിനക്ക് നാളെ രാവിലെ വരെ സമയമുണ്ട്, നീ ആലോചിച്ചിട്ട് പറ എന്ന് പറയും. അലീനയ്ക്ക് ഫുഡ് എടുത്ത് കൊടുക്കും സ്റ്റാൻലി. കൊടുത്തിട്ട് പറയും, കഴിക്കാൻ പറയും. അപ്പോൾ പറയും, പപ്പ, സോറി പപ്പ, ഞാൻ പപ്പായ്ക്കെതിരെ സമരം ചെയ്തതില്ലേ? അപ്പം സമരമായിരുന്നല്ലേ? സോറി പപ്പ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് സ്റ്റാൻലി ഫുഡ് എടുത്തിട്ട് ഇങ്ങനെ കഴിക്കാൻ തുടങ്ങുമ്പോൾ പറയും, പപ്പ എനിക്ക് വായി വെച്ച് തരുമോ? ഞാൻ ചോദിക്കും, അതൊക്കെ ചീപ്പ് സെൻറ്റിമെൻറ്റ്സ് അല്ലേ? അല്ല പപ്പ, എനിക്കതൊക്കെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ സ്പൂണ് കൊണ്ട് കോരി വായി വെക്കാൻ തുടങ്ങും. അന്നേരം പറയും, വേണ്ട പപ്പ, സ്പൂണ് കൊണ്ട് വേണ്ട, കൈ കൊണ്ട് മതി. അച്ഛൻ മകൾക്ക് ആദ്യമായിട്ട് ഫുഡ് വായി വെച്ച് കൊടുക്കുന്നത്. പിന്നെ സ്റ്റാൻലി എന്നീ കൈ കൊണ്ടെടുത്ത് അലീനയുടെ വായി വെച്ച് കൊടുക്കും. അലീന എന്നീ ഫുഡ് എടുത്തിട്ട് സ്റ്റാൻലിയുടെ വായി വെക്കാൻ തുടങ്ങുമ്പോൾ സ്റ്റാൻലി പറയും, വേണ്ട. എല്ലാം പറയും, ഞാൻ ആദ്യമായിട്ട് തരുന്നില്ലേ പപ്പ, വാ തുറക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ വാ തുറക്കും, പിന്നെ വായി വെച്ച് കൊടുക്കും. അങ്ങനെ സ്റ്റാൻലി അത് കഴിക്കും. അലീന സ്റ്റാൻലിയോട് പറയും, അപ്പം ഞാൻ വല്യപ്പച്ചനെ പോയി വിളിച്ചുകൊണ്ട് വരട്ടെ, എനിക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതാണ്, ഞാൻ പോയി വല്യപ്പച്ചനെ പോയി വിളിച്ചുകൊണ്ട് വരട്ടെ? പോയി വിളിച്ചുകൊണ്ട് വാ എന്ന് പറയും. ഇനി വല്യപ്പച്ചനെ വിളിക്കും, വല്യപ്പച്ച വാ ഫുഡ് കഴിക്കാൻ. അന്നേരം പറയും, സ്റ്റാൻലി വന്ന് വിളിച്ചപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ, പിന്നെ എങ്ങനെ അവൻ്റെ ഇരിക്കെ പോയി ഫുഡ് കഴിക്കുന്നത്? ഞാൻ ഇന്ന് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ പോയി ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു,
അന്നേരം അലീന പറയും അവിടെ കുട്ടിച്ചായ എന്നുള്ള പേര് കളയിക്കും അല്ലയോ. ചോദിക്കും എന്താ പറ്റി, എങ്ങനെ സമരം തീർത്ത്. അന്നേരം പറഞ്ഞു അതൊക്കെ ഉണ്ട്. സ്റ്റാൻലി ജോസഫിൻ്റെ കാര്യങ്ങളെല്ലാം സാധിച്ചു തരാൻ തീരുമാനിച്ചു. അങ്ങനെ പൗലോസിനോട് പറഞ്ഞു എൻ്റെ മകളാണെന്ന് അലീന പറയുന്നത് കേട്ട് വേണം നീ ഇവിടെ ഇനി എല്ലാ പണിയും ചെയ്യേണ്ടതെന്ന് പൗലോസിനോട് പറഞ്ഞ് പപ്പ. അപ്പച്ചൻ പറയാം അപ്പോൾ പൗലോസ് പ്ലിങ് ആയി കാണുമല്ലോ. സ്റ്റാൻലി നടക്കുമ്പോൾ അപ്പച്ചനും പിറകെയുണ്ട്. അപ്പച്ചൻ പറയാം എടാ ഒന്ന് പതുക്കെ നടക്കടാ, എനിക്ക് അത്രയും സ്പീഡിൽ വരാൻ പറ്റത്തില്ലടാ. അന്നേരം സ്റ്റാൻലി പറയും അപ്പച്ചൻ പതുക്കെ നടന്നാൽ മതി. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ സംസാരിക്കും. എടാ നിന്നോട് ആര് പറഞ്ഞു നടക്കാനെ കൊണ്ട്, നീ എന്താ ഇപ്പം നടക്കാൻ ഇറങ്ങിയത്, നീ കുറേ നാളുകൊണ്ട് നടക്കത്തൊന്നും ഇല്ലായിരുന്നല്ലോ. അന്നേരം പറഞ്ഞു ഞാൻ 4-5 വർഷമായി നടന്നിട്ട്, മറ്റേ സർവീസിലുള്ളപ്പോഴാണെങ്കിൽ വെളുപ്പിനെ എഴുന്നേറ്റ് PT അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം 4-5 വർഷമായി നടന്നിട്ട്. നടക്കാൻ പോകാനെ കൊണ്ട് അലീന നിന്നോട് പറഞ്ഞോ? ഇല്ല. അവൾ പറഞ്ഞാൽ ഞാൻ അനുസരിക്കുമോ? പിന്നെ അവളെന്തോ പറഞ്ഞു? അവളെന്നോട് പറഞ്ഞു പപ്പ രാവിലെ എഴുന്നേറ്റ് 45 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ പപ്പ ഇതിലും യങ്ങായിട്ടിരിക്കുമെന്ന്, പവർഫുള്ളായിട്ടിരിക്കുമെന്ന്. അപ്പോൾ അബദ്ധക്കുട്ടി ചാൻ പറയാം അവൾ മർമ്മത്ത് തന്നെ പിടിച്ചത്, അവളാരാ മോള്. ഞാൻ പറയും എനിക്ക് മേലെ ഇപ്പോൾ ഒരു ലേഡി കമാൻഡർ ഇവിടെ വന്നിട്ടുണ്ട്. അന്നേരം അബദ്ധക്കുട്ടി ചാൻ പറയും നിൻ്റെ കൂടെ ഉള്ളവരെല്ലാം നിന്നെ കുഴിച്ചടിക്കാനുള്ളവരാ, പക്ഷേ ഇപ്പം വന്ന ലേഡി കമാൻഡർ ഉണ്ടല്ലോ അത് നിന്നെക്കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കാനും കഴിവുള്ളവളാണ് എന്ന് പറയും. അത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി അടുത്ത ദിവസം വരാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.